ഗ്രേ ഹെയറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഗ്രേ ഹെയറിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ? ഈ ഗ്രേ ഹെയർ 30 വയസ്സിന് ശേഷം ഉണ്ടാകുമ്പോൾ അതിനെ നോർമലായിട്ട്, അതായത് ആസ് പാർട്ട് ഓഫ് ഏജിങ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ 30-25 വയസ്സിനുള്ളിലായിട്ടാണ് ഗ്രേ ഹെയർ വരുന്നതെങ്കിൽ അതിന് പ്രിമച്വർ ഗ്രേയിങ് അല്ലെങ്കിൽ അകാല നര എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അകാല നര ഉണ്ടാവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ജനറ്റിക്സ് തന്നെയാണ്, അതായത് പാരമ്പര്യമായിട്ടാണ് അകാല നര ഉണ്ടാകുന്നത്. രണ്ടാമത് സ്ട്രെസ്സാണ്. അത് ഫിസിക്കലോ അല്ലെങ്കിൽ മെൻ്റൽ സ്ട്രെസ്സോ ആവാം. അപ്പോൾ ഈ സ്ട്രെസ്സ് കാരണം നമ്മുടെ ബോഡിയിൽ ഫ്രീ റാഡിക്കൽസ് കൂടുകയും ഇത് മെലാനിൻ എന്ന് പറഞ്ഞ പിഗ്മെൻറ്റ് ഉണ്ടാക്കുന്ന കോശങ്ങളെ, അതായത് മെലനോസൈറ്റ്സ് എന്ന കോശങ്ങൾ നമ്മുടെ ഹെയർ ഫോളിക്കിളുണ്ട്, ഇതിനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമൂലം ഗ്രേയിങ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രെസ്സ് മാത്രമല്ല ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നത്. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, സ്മോക്കിംഗ്, UV റേഡിയേഷൻ, ഇതെല്ലാം ഫ്രീ റാഡിക്കൽസിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും മെലനോസൈറ്റ്സിനെ നശിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതുകൊണ്ട് മാത്രമല്ല മെലാനിൻ ഉണ്ടാവാത്തത്. ചില കേസസിൽ ഡെഫിഷ്യൻസി ഉണ്ടാവും. അതിപ്പോൾ അയൺ ഡെഫിഷ്യൻസിയോ വൈറ്റമിൻസോ മിനറൽസോ ഡെഫിഷ്യൻസി ഉണ്ട്. ഈ മെലാനിൻ ഉണ്ടാകുന്ന ഒരു പാത്ത് വേ ഉണ്ട് നമ്മുടെ ബോഡിയിൽ. അപ്പോൾ ഈ പാത്ത് വേയിൽ ചില എസെൻഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാവാതിരിക്കുകയും അങ്ങനെ മെലാനിൻ കുറയുകയും ചെയ്യും. ഇത് പ്രിമച്വർ ഗ്രേയിങ്ങിലേക്ക് നയിക്കുകയും ചെയ്യും. ഇനി വളരെ റെയർ കേസസിൽ വിറ്റിലിഗോ മൂലമോ ചിലതരം അനീമിയാസോ അല്ലെങ്കിൽ തൈറോയ്ഡ് ഡിസോർഡേഴ്സോ വൈറ്റ് ഹെയർസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇനി ഗ്രേ ഹെയർ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നാണ് അറിയേണ്ടത്. ഇതിപ്പോൾ ഡെഫിഷ്യൻസി കൊണ്ടുള്ള ഒരു ഗ്രേ ഹെയർ ആണെങ്കിൽ വളരെ ഏർലി സ്റ്റേജിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി ഹെയർസിലേക്ക് ഗ്രേയിങ് ബാധിക്കാതിരിക്കുകയും നിലവിൽ ഗ്രേ ആയ ഹെയർ ചില കേസസിലെങ്കിലും തിരിച്ച് ബ്ലാക്ക് കളറായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രിമച്വർ ഗ്രേയിങ് അല്ലെങ്കിൽ അകാല നര ഉണ്ടെങ്കിൽ എത്രയും വേഗം ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടതിന് ശേഷം അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക.